എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡാർക്ക് സർക്കിൾ, അതുപോലെ അൺഈവൻ സ്കിൻ ടോൺ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മേക്കപ്പിലൂടെയാണ് പലതും നമ്മൾ പരിഹരിക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ വേണം കേട്ടോ. അപ്പോൾ അതിലൊന്നാമതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെയാണ്. ഞാൻ 2-3 ദിവസം മുന്നേ വാങ്ങിച്ചൊരു സാധനമാണ് ഇൻസൈറ്റിൻ്റെ. ഇതിൽ കളർ കറക്റ്ററും ഉണ്ട്, അതുപോലെ കോണ്ടോർ ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ കൺസീലറും ഉണ്ട് കേട്ടോ. എല്ലാം കൂടി ഇതിലാണ് കേട്ടോ ഉള്ളത്. ഇതിനൊരു 200 സംതിങ് രൂപയാണ് വരുന്നത്. പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഡാർക്ക് സർക്കിൾ കളയുന്നതിനും, അതുപോലെ തന്നെ എൻ്റെ സ്കിന്നൊക്കെ കണ്ടോ അൺഈവൻ ടോണാണ്. കുറേയൊക്കെ ഞാൻ ഹോം റെമഡീസ് ചെയ്തിട്ട് കളഞ്ഞു കേട്ടോ. പിന്നെ ഡാർക്ക് സർക്കിൾ അങ്ങനെ അങ്ങോട്ട് ഇല്ല, എങ്കിലും കുറച്ചൊക്കെ നമുക്കിങ്ങനെ വെറുതെ തോന്നും. ഇവിടെയൊക്കെ കണ്ടോ ഈ ഒരു പൊന്തി നിൽക്കുന്ന സ്ഥലം, അതൊക്കെ നമുക്ക് ഏകദേശമൊക്കെ മേക്കപ്പിലൂടെ പരിഹരിക്കാൻ പറ്റും കേട്ടോ. അതൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് കളയാനായിട്ട് എനിക്കറിയില്ല, എങ്കിലും ഒരു ഇങ്ങനെ കളർ കറക്റ്റ് ചെയ്യാനും ഇവൻ ടോൺ ആക്കാനൊക്കെ എനിക്ക് കുറച്ച് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഇതിലൂടെ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓറഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതിന് മുന്നേ എൻ്റെ ലിപ്സ്റ്റിക്ക് എനിക്ക് തീരെ ചേരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. ഞാൻ പിന്നെ ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടതാണ്. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് എടുക്കുന്നത്. ഓറഞ്ചാണ് നമ്മൾ മെയിനായിട്ട് ഇതിന് വേണ്ടി ഉപയോഗിക്കുക. കണ്ണിൻ്റെ അടിയിലൊക്കെ ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇട്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓറഞ്ച് ആണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇടും. പക്ഷേ കേട്ടോ ഇട്ടപ്പോഴേക്കും സംഭവം മാറി. നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യത്തിന് എടുക്കാമെന്ന് കേട്ടോ. നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അങ്ങോട്ട് മാറും കേട്ടോ. ഇങ്ങോട്ട് കാണണേ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നോക്കറാ മാറിയില്ലേ. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കളറും കൂടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഓറഞ്ച് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഈ ഒരു പാടുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇടാം കേട്ടോ. കണ്ണിൻ്റെ ആ ഒരു പൊന്തി നിൽക്കുന്നൊരു ഭാഗമല്ലേ, അവിടേക്കും കൂടെ നമുക്ക് ഇടാം കേട്ടോ. കണ്ടോ ഏകദേശമൊക്കെ പോയി. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചയും ഈ വയലറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ഈവൻ ടോൺ ഇല്ലാത്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ആ സംഭവം വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ പർപ്പിൾ കളറാണ്. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഏകദേശമൊക്കെ നോക്കിയാൽ ഒരു മാറ്റം നമുക്ക് ഫീൽ ആവേ. നിങ്ങളുടെ കയ്യിൽ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തോളൂ കേട്ടോ. എനിക്ക് കൈ വെച്ച് ചെയ്യാനും കുറച്ച് കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. കണ്ടില്ലേ. അതുപോലെ ഓറഞ്ച് നമുക്ക് ഈ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇടാം കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ഒരു എന്താ പറയുക ഡിസ്കളറേഷൻ നമുക്ക് ഫീൽ ആവില്ലേ, അതായത് വേറെ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ആവും. എനിക്കിങ്ങനെ ഫീൽ ആവാറുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇടുവേ. ഏകദേശം അവിടുത്തെ കളറൊക്കെ മാറിക്കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു. ഓക്കെ, ഇത് ഇട്ടപ്പോൾ തന്നെ കണ്ണിൻ്റെ ഭാഗം ഒരു മാറ്റം വന്ന പോലെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറില്ലേ, ഈ നല്ല ബ്രൗൺ ആയിട്ടുള്ളത്, അത് നമുക്ക് കോണ്ടോർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ എൻ്റെ മൂക്കൊക്കെ പരന്ന മൂക്ക്, അപ്പോൾ നമുക്ക് ആ മൂക്കൊക്കെ ഒന്ന് ഷേപ്പാക്കാൻ പറ്റും. ഞാൻ ഫൗണ്ടേഷനൊന്നും ഇട്ട് കാണിക്കുന്നില്ല നിങ്ങളെ, കാരണം ഞാനിപ്പോൾ എങ്ങോട്ടും പോകണമൊന്നുമില്ല. കണ്ടോ ഇട്ടത് ശരിയായില്ലേ. അത് ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ആവാത്ത കാരണമാണ് കേട്ടോ. അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മൂക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ. പിന്നെ നമുക്കിത് ഡബിൾ ചിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്ത് ഇതിവിടെ ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡബിൾ ചിഹ്നം ഇങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. അതിനാണ് നമ്മൾ ഈ കോണ്ടോർ ചെയ്യുന്ന സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ബ്രൗൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഡബിൾ ചിന്ന്, അതുപോലെ ചബ്ബി ആയിട്ടുള്ള, എനിക്കതൊക്കെയാണ് ചെയ്യും. ഞാൻ എത്ര ആക്കിയാലും അങ്ങനെ കുറയാനുള്ളതല്ല, അതിനേക്കാളും കൂടുതലുണ്ട്. നല്ല വെയിറ്റ് വന്ന കാരണം ഇവിടെ നിന്ന് പൊട്ടിയതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ മാറ്റാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെയല്ല കുറച്ച് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആകുമ്പോൾ ഓക്കെ ആവും കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ കുറച്ച് നമുക്കിങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ ഒരു ലൂസ് പൗഡർ ഇട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷായി. ഞാനൊന്ന് ലൂസ് പൗഡർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒന്ന് കണ്ണെഴുതി മസ്കാര ഇട്ടു കേട്ടോ. പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതാ ആ ഒരു നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തത്, കളർ കറക്റ്റർ അപ്ലൈ ചെയ്തത് ഒന്നും കാണാനില്ല, പക്ഷേ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ. കണ്ണിൻ്റെ അവിടെയൊക്കെ നോക്കി നിങ്ങൾ
നേരത്തെ എൻ്റെ ആ വീഡിയോൻ്റെ ഫസ്റ്റത്തെ ഒരു ലുക്കല്ലല്ലോ ഇത്. അത്രയും ചെയ്തിട്ടുള്ളൂ. ഏറ്റവും മിനിമൽ മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഞാൻ ഈ പച്ചയും ഓറഞ്ചൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പച്ച ഓറഞ്ചൊക്കെ നമ്മുടെ മുഖത്ത് വരില്ലേ എന്ന് വിചാരിച്ചത്. പക്ഷേ അതുപോലെ ഒന്നല്ല കേട്ടോ, എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടില്ല, ഓൺലി ലൂസ് പൗഡറാണ് ഇട്ടിട്ടുള്ളത്. ലൂസ് പൗഡർ ഇടുന്ന വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ. ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ വേറൊരു വീഡിയോ ലൂസ് പൗഡറിൻ്റെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ലൂസ് പൗഡർ ഡാസിലറിൻ്റെ ഹണി 13 മറ്റോ ആണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് 113 രൂപ അങ്ങോട്ട് ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 230 രൂപയാണ് കേട്ടോ. ഇപ്പോൾ പർപ്പിളിൽ എന്താ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഒരു ഓഫർ നടക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു 3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ല പോലെ അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റാ.